സാവിത്രി, അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യം നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടുവോ? പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോയെന്ന്. ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, 10 ആളുടെ മുന്നിൽ തല കുനിക്കാതെ നടക്കാൻ പറ്റുമോ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കേറ്റി വെക്കരുത്. പിന്നൊരു പ്രസവം കഴിഞ്ഞ എന്നാരെങ്കിലും അഭിനയിക്കാൻ വിളിക്കൂ? വളർത്തും പോലും. എനിക്കൊന്നും കേക്കണ്ട. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാവുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. ഒരു 30. അവനെ മനസ്സിലായോ? ആരാ? പുതുവസന്തത്തിലെ നായകൻ. ഓ, നിഷയുടെ. ഒന്ന് മുട്ടിയാലോ? പുതുവസന്തത്തിലെ നായകനല്ലേ? എനിക്കറിയാം. ഒരു റിപ്പീറ്റ്. ഡേ, സാറിനൊരു പെഗ് കൊടുക്കടേ. എന്റെ കൊച്ചനെ, നിങ്ങളെ പോലൊരു ഭാഗ്യവാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ നിഷയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, അവളെ തന്നെ കൂടെ പൊറുപ്പിക്കുകയും ചെയ്തു. അതെ, ഞാനൊരു തനി അച്ചായന. വേറെ വേഷം ഒന്നും വിചാരിക്കണ്ട. അവളുടെ പൊക്കിള് കണ്ട അന്നു പോലും തുടങ്ങിയതാ. ഒരേ ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആശാൻ പറ, എന്നാ വേണം? എന്ത് കോലാണ്ടത്? നല്ല യാത്രാക്ഷീണുണ്ട്. എന്റെ ഉമ്മ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഓരോരു വശം തളർന്നു വീണ് കുറെ നാൾ കോട്ടയ്ക്കലൊക്കെ കിടന്ന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ പടച്ചോന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. നാട്ടുകാരും പള്ളിക്കാരൊക്കെ മൂസാജിനെ ഒറ്റപ്പെടുത്തി. കച്ചവടവും വീടും ഒക്കെ പോയി. ഒരു മനുഷ്യായുസില് ഇതീ കൂടുതലൊക്കെ എന്തനുഭവിക്കാനാ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്റെ നിക്കാഹ് കഴിഞ്ഞ് 2 കുട്ടികളായി. ഇരട്ടകളാ, 2 പെണ്ണ്. അതുകൊണ്ട് ഇപ്പൊ ഞമ്മക്ക് പ്രാരാബ്ധായി. പിന്നെ സൈനബ് ഇപ്പൊ സൗദിയിലാ. അന്നെ കൊറേ കാത്ത്. നമസ്കാരം. ആ, എനിക്ക് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പൊ വേണ്ട നജീബേ. ആ നാട്ടിലേക്ക് അന്നേം കുട്ടി പോവാച്ചാ അത് ശരിയാവൂല. നിങ്ങളുടെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നമല്ലേ? ഛേ, അതുകൊണ്ടല്ലടാ. നിങ്ങള് കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്. ഏയ് വേണ്ട. എന്തിനാണ്ടാ? ഇത് വെച്ചോ. വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചോളാം.
എന്ത് ടൈമില് എന്നമ്മാ അണ്ണാ നജീബ് വന്നിരുന്നു അവിടെ. ഇല്ലമ്മാ എന്നാச்சு നജീബിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. நீங்க டென்ஷன் ஆகாதம்மா, நான் ட்ரை பண்ணி திரும்பி கூப்பிடுறேன் கண்டிப்பா. ഹലോ, ആരാ വിളിക്കുന്നേ? ആ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. ആളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇവിടെ ICU-ല. സർ, എത്ര പേരുണ്ട്? 5 എണ്ണത്തിനെ കിട്ടി സാർ. ഒരാൾ ഓടിക്കളഞ്ഞു. കം. താമ്പോയ ഫയൽ എടുത്തുണ്ടോ? ശരി സാർ. വാ, കേറി വാ. നിന്റെ പേരെന്താ? സാർ, ഞാൻ ജോർജ് വർഗീസ്, ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ സർജനാ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ബാബു സാറേ, മലപ്പുറം പീഡന കേസിലെ 7ാം പ്രതിയായിരുന്നു. ഓ, അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി. ആ ഫയലും കൊണ്ടുവാ. എന്താ പേര്? ശാന്ത. മഞ്ജു, 32 വയസ്സ്. നിന്റെ വീട് എവിടെയാ? അടിമാലിയ സാറേ. എന്ത് വാടോ എഴുതി വെച്ചിരിക്കുന്നത്? വെടിമാലിന്നൊക്കെ. ആഹാ, നീ ഉണ്ടോ? ഇതുവരെ നിർത്താറായില്ലേടി ഏർപ്പാട്? ജീവിക്കണ്ടേ സാറേ? തന്നെ ജീവിക്കണമല്ലേടി നിനക്ക്? എന്നാ സാർ എനിക്ക് ചെലവിനതാ. ഞാനിവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങാടി, നിനക്കൊക്കെ ജോലി തരാൻ. ബ്രേക്ക്. ആ, ബ്രേക്ക് പറഞ്ഞു. വേമ്പാടി, വേശന്നിട്ട് പാടില്ല. നന്നായിരുന്നു ജി, താങ്ക് യു. ആ പിന്നെ ഫൈറ്റ് ലഞ്ചിന് ശേഷം ഔട്ട്ഡോർ പ്ലാൻ ചെയ്യും. ഓക്കെ ഓക്കെ. അവള് ബുദ്ധിമുട്ടിച്ചോ ഉണ്ണിയേട്ടാ? ഏയ്, അവള് മെഡിക്കല്ലേ. കഴിക്കുമോളെ? കുറച്ചുകൂടെ കഴി. മതി മതി മതി. എന്താ ഇവളെ അഭിനയിപ്പിക്കുന്നോ? ഇല്ലേട്ടാ. അതെന്താടി, നല്ല കാശ് വാങ്ങിച്ചു തരാം. വേണ്ടേട്ടാ, ഇവളുടെ അച്ഛന് തീരെ ഇഷ്ടാവില്ല. വാ. ആ, അമ്മേ അമ്മേ, ദേ പാവ. ആ പാവയോ? വാ. ആ പാവ അത് വേണം. ആ റെഡ് പാവ. ആ റെഡ് പാവ എത്രയാ?
80 റുപ്യ. വാ മോളെ. ഞാൻ വൈകിയില്ലേ? ആ ഡയറക്ടർക്ക് എത്ര എടുത്താലും മതിയാവില്ല. റീടേക്ക് തന്നെ റീടേക്ക്. ഇരിക്കും. ബ്രേക്ക് പറഞ്ഞപ്പോ മണി 3 ആ പ്രൊഡക്ഷൻ മാനേജർ ദിനേശ് ചോദിക്കുക ഇവളെ അഭിനയിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നജീബിന് അതൊന്നും ഇഷ്ടാവില്ല എന്ന്. കുടിക്ക. ആ ഇന്നെന്നെ കൊണ്ടൊരു പാവയൊക്കെ വാങ്ങിപ്പിച്ചു. കാണിക്ക്.